എൻ്റെ കുറച്ച് ചെടികളെ പോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ മുരടിച്ച് നിൽക്കുകയാണ്. ഈ വെർബീന ചെടിയെ, അതേപോലെ തന്നെ പെൻഡാസെ, ബിഗോണിയ ഒക്കെ ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണ്ടേ. ഇങ്ങനെ മുരടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. ചട്ടിയിൽ മണ്ണിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. കൂടെ തന്നെ നല്ല ഇളക്കം കിട്ടാൻ വേണ്ടി മണ്ണ് തറഞ്ഞു പോവുകയും ചെയ്യരുത്. അതിനുവേണ്ടി കുറച്ച് മണലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി പകുതി, ഈ പാത്രത്തിന് പകുതി അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണലും പകുതി, ചാണകപ്പൊടിയും പകുതി. മണ്ണാണെങ്കിൽ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ചാണകപ്പൊടി കൂടുതൽ അളവിൽ വേണ്ട. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ലീഫൊക്കെ നന്നായിട്ടൊന്ന് വരണം, നന്നായിട്ടൊന്ന് വളർന്നു കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ വെർബീന ചെടിയുടെ ചുവടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് ഇളക്കാം. ചെടി ഡാമേജ് ആണ്ട് നമുക്കൊന്ന് കുത്തി ഇളക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ വളം ഒന്ന് ഇട്ട് കൊടുക്കാം. മണ്ണും ചാണകപ്പൊടിയെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. വിതറി ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ആവുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം മഴയൊക്കെ പെയ്ത് മണ്ണിന് നല്ലൊരു നനവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം തന്നെ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ മണ്ണിന് നല്ല നനവുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുത്തി ഇളക്കുന്നുണ്ട്. മണ്ണ് തറഞ്ഞിരിപ്പുണ്ട്. ഈ പെൻഡാസിൽ കുത്തി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേപോലെ ഞാൻ എല്ലാ ചെടിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കളകളൊക്കെ വളർന്ന് കിട്ടുമെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മണ്ണൊന്ന് കുത്തി ഇളക്കുക. കുത്തി ഇളക്കിയതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ചുറ്റിനും ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഞാനിപ്പോൾ നല്ല നനവുണ്ട്. മഴ പെയ്ത് ഇതിനു മുമ്പ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നനവുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാത്തത്. പിന്നീട് ഇത് നനച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ദേ കണ്ടില്ലേ, മുട്ടൊക്കെ വരാറായ ഒരു ചെടിയാണ്. അതിലും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗോണിയ, ഇതൊക്കെ ഞാൻ നട്ടതുപോലെ തന്നെ നിൽക്കുകയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ലീഫൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടികളെ ഒരേ ടൈപ്പ് തന്നെ ഒരു 6 ചട്ടിയിൽ നിരത്തി ഇങ്ങനെ നട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ കുത്തി ഇളക്കിയിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെടിയൊക്കെ നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെടികൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ബിഗോണിയും അതേപോലെ തന്നെയാണ്. മണ്ണൊക്കെ തറഞ്ഞ് നിൽക്കുകയാണ്. അതേപോലെ ചട്ടിയിൽ മണ്ണിങ്ങനെ തറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മണ്ണിന്ന് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചെടിക്ക് നല്ലൊരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.